നമസ്തേ. സെപ്റ്റംബർ 1. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളുടെ കുട്ടികളോടാണ് സംസാരിക്കുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം. ഇന്ന് സെപ്റ്റംബർ 1 എന്നായിരിക്കും തിരുവോണം കണ്ടുപിടിക്കാവും. തിരുവോണത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും ചിന്തകളും ഒക്കെയുണ്ട്. ആരായിരുന്നു മഹാബലി? കറുത്ത മനുഷ്യനോ വെളുത്ത മനുഷ്യനോ വലിയ കൊടവയറിനോ കൃഷ്ണഗാത്രനോ? ഇതിനുത്തരം എനിക്ക് തരണം. വന്ന് കണ്ടുപിടിക്കണം കേട്ടാ. എന്നിട്ട് എത്ര ഓണപ്പാട്ടുകൾ നിങ്ങൾക്കറിയാം? ഒന്ന് എഴുതി വെച്ചേ. ഓണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ എഴുതിയ കവി ആരാ? ഓണത്തെക്കുറിച്ച് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട നോവൽ ഏതാ? കഥ ഏതാണ്? ഇതും നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനിയും ഓണത്തിന് കുറേ പഴഞ്ചൊല്ലുകളുണ്ട്. ഒരെണ്ണം ഞാൻ പറയാം, അല്ല രണ്ടെണ്ണം പറയാം. ഓണമുണ്ട വയറേ ശൂളം പാടിക്കിട. ഒന്നുകൂടെ പറയട്ടെ. ഓണമായാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. ചതയം ചതിച്ചിട്ട് പോയി. ഇങ്ങനെ കുറേ പഴഞ്ചൊല്ലുകളുണ്ട്. ഈ പഴഞ്ചൊല്ലുകൾ നിങ്ങൾക്കൊരു പേപ്പറിൽ എഴുതി വെച്ച് ഒന്ന് തരാനൊക്കെ. നിങ്ങളിപ്പം ഇച്ചിരി മഴയൊക്കെ ഉണ്ട്, എങ്കിലും സാരമില്ല. കുഞ്ഞുങ്ങളൊക്കെ മഴയത്ത് ഓടിച്ചാടി കളിച്ചോ. പനി പിടിക്കുക, സൂക്ഷിക്കുക. ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കൊച്ചു ക്വസ്റ്റ്യൻസ് വീണ്ടും ഇടുന്നത് എൻ്റെ കുട്ടികളോടാണ്. കുട്ടികളല്ലാത്തവർ കാണുന്നവർ കണ്ടോളൂ. പക്ഷെ ഞാനീ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഓണത്തിന് അല്ലെ നമ്മുടെ ഓണത്തിന് ചോറും കറിയൊക്കെ വിളമ്പുമ്പോൾ ഏതാഹാരമാണ് ആദ്യം കഴിക്കണ്ടേ? നമുക്ക് ഒത്തിരി ആഹാരമുണ്ട് അന്നത്തെ ദിവസം. അവിയൽ, തോരൻ, ഇഞ്ചി അങ്ങനെ ഒത്തിരി കറികളില്ലേ. ഇതിലേതാ? ഇതിന് നമുക്കൊരു കോമ്പിനേഷൻ ഉണ്ട് കേരളത്തിൽ. ഏതിനോട് കഴിക്കണം എന്നൊരു കോമ്പിനേഷൻ ഉണ്ട്. അതേതാ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, തൃക്കാക്കര അപ്പനാരാ? അത്തപ്പൂക്കളം ഇടും. ഈ പൂക്കളത്തിൻ്റെ നടുക്ക് വെക്കുന്ന പൂവേതാ? ഇനിയും ഈ പൂക്കളത്തിൽ വെക്കാൻ പാടില്ലാത്ത പൂവുണ്ട്. അതേതാ? ഓണത്തിന് ആലപ്പുഴ ജില്ലയിൽ പിണ്ടി ഇങ്ങനെ കുഴിച്ചിട്ടിട്ട്, പിണ്ടി എന്ന് വെച്ചാൽ വാഴപ്പിണ്ടി കുഴിച്ചിട്ടിട്ട് അതിൽ വിളക്ക് വെക്കും. ആലപ്പുഴക്കാർ ഉത്തരം പറഞ്ഞാൽ മതി. എന്തിനാണ് ആ വിളക്ക് വെക്കുന്നത്? എന്നിട്ട് വിളക്ക് വെക്കും. മൺചിരാത് പോലുള്ളതിനകത്ത് വിളക്ക് കത്തിച്ചു. എന്തിനാണ് വെക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം തരണം. മഹാബലിയുടെ ഒരു ചിത്രവും തരണം. ജോൺസൺ കരൂർ. നന്മയുടെ നല്ല ദിവസം എല്ലാവർക്കും.